റിഡ്ലി സ്കോട്ട് ഗ്ലാഡിയേറ്റർ 2 അനൗൺസ് ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിലോട്ട് വന്ന ആദ്യത്തെ ചോദ്യം എന്തിനാണ് ഇങ്ങനൊരു സിനിമ. കാരണം ഓൾറെഡി ഗ്ലാഡിയേറ്റർ 1 വളരെ ഗംഭീരമായിട്ടാണ് അദ്ദേഹം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പ്രോപ്പർ കൺക്ലൂഷൻ ആ ഒരു മൂവിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഈ ഒരു സിനിമയുടെ ആവശ്യമില്ല. എന്തിനാണ് അദ്ദേഹം ഇങ്ങനൊരു സിനിമ എടുക്കുന്നത്? പോരാത്തിന് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മൂവിയായിട്ടുള്ള നെപ്പോളിയനൊക്കെ നല്ല രീതിക്കുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിലാണ് അദ്ദേഹം ഗ്ലാഡിയേറ്റർ 2 അനൗൺസ് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി നെപ്പോളിയൻ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം റിഡ്ലി സ്കോട്ടിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ മൂവീസും അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈലും അദ്ദേഹം പീരിയഡ് മൂവീസിന് എടുത്തു വെക്കുന്ന രീതിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എങ്കിലും ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനാണ് എനിക്ക് കൂടുതലും ഇദ്ദേഹം എന്താണ് ഈ ഒരു സിനിമയ്ക്കകത്തൂടെ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായത്. പോരാതെ ട്രെയിലറൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രതീക്ഷയിൽ എന്തൊരു പ്രീ സ്ക്രീനിങ്ങിന് ഞാൻ ഈ ഒരു സിനിമ പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിട്ടിയ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നല്ല ഐഡിയ ഉണ്ടായിരുന്നു. അതായത് താൻ ഗ്ലാഡിയേറ്റർ 1 എന്തുകൊണ്ട് അവസാനിപ്പിച്ചു, അതുപോലെ തന്നെ ഗ്ലാഡിയേറ്റർ 2 ഇനി എന്താണ് കാണിക്കേണ്ടതെന്നൊക്കെയുള്ള നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ഐഡിയ വെച്ചുകൊണ്ടാണ് റിഡ്ലി സ്കോട്ട് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യത്തെ പാർട്ടിനകത്ത് അദ്ദേഹം കൺക്ലൂഡ് ചെയ്ത് വെച്ചത് നമ്മുടെ മാക്സിമസിൻ്റെ സ്റ്റോറിയായിരുന്നു. പക്ഷേ അതിനുശേഷം ഉണ്ടാകുന്ന 2-3 ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതായത് റോമിന് എന്ത് സംഭവിച്ചു? കാരണം ആ ഒരു സിനിമയിൽ മാക്സിമസിൻ്റെ സ്റ്റോറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമായിരുന്നു റോമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൊളിറ്റിക്സും. നെക്സ്റ്റ് ഭരണാധികാരി ആരാവും, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഈ ഒരു ഗ്ലാഡിയേറ്റർ ഫസ്റ്റ് പാർട്ടിൻ്റെ അവസാനം കിട്ടിയിരുന്നില്ല. അതുപോലെ തന്നെ മാർക്കസ് ഓറീലിയസ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് ഒരു ഡ്രീം ഉണ്ടായിരുന്നു. ഒരു രാജാവ് എന്ന രീതിക്ക് അദ്ദേഹം ഒരു ഡ്രീമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെന്ത് സംഭവിച്ചു? അതുപോലെ തന്നെ ലൂഷ്യസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യൻ എന്ത് സംഭവിച്ചു? അങ്ങനെ കുറേയധികം ചോദ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ആക്ച്വലി ആ ഒരു സിനിമ തീർന്നത്. പക്ഷേ നമുക്ക് ആ ഒരു സമയത്ത് അതൊന്നും തോന്നിയില്ല. കാരണം ആ ഒരു മാക്സിമസിൻ്റെ ക്യാരക്ടറിന് ഒരു പ്രോപ്പർ കൺക്ലൂഷൻ കിട്ടിയുണ്ട്. ദാറ്റ്സ് ഇറ്റ് എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇവിടെ റിഡ്ലി സ്കോട്ട് ചെയ്ത പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് ഈ സിനിമ തുടങ്ങി അതിനെ പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ട് ഫിനിഷ് ചെയ്തു. ആ ഒരു രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. അതുപോലെ തന്നെ ഇതിലെ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി, എസ്പെഷ്യലി പോൾ മെസ്കലിൻ്റെ ആ ഒരു ക്യാരക്ടർ ആരെയാണ് അവതരിപ്പിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു ക്യാരക്ടറിനെ ഇവർ കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് ആദ്യമൊക്കെ വെച്ചപ്പോൾ തന്നെ ഞാൻ ഓർത്ത് ഇതൊരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള സംഭവം എന്തിനാണ് ഇങ്ങനെ കൊണ്ട് വെച്ചത്. പിന്നെ അത് കഴിഞ്ഞ് പതിയെ ബിൽഡ് ചെയ്ത് ആ ഒരു ക്യാരക്ടറൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഓരോരോ സംഭവങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവന്നപ്പോഴത്തേനും ഒരു വല്ലാത്ത ഫീലിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡെൻസൽ വാഷിംഗ്ടൻ്റെ മാക്രിനസ് എന്ന് പറയുന്ന ക്യാരക്ടർ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ വിമർശിച്ചൊരു ക്യാരക്ടറായിരുന്നത്. ഒരു ബ്ലാക്ക് ക്യാരക്ടർ എങ്ങനെയാണ് റോമിനെ മൊത്തത്തിൽ ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ട്രെയിലറിലൂടെ പല ആൾക്കാരും ചിന്തിച്ചെങ്കിൽ കൂടെ ആ ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ പടിപടിയായിട്ട് ബിൽഡ് ചെയ്ത് വെച്ച രീതിയും ഒരു രക്ഷയില്ലായിരുന്നു. പോരാത്തിന് ജോസഫ് ക്വിൻ, നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിനകത്തൊക്കെ ഒരു മെയിൻ ക്യാരക്ടർ, അദ്ദേഹമൊക്കെ വളരെ ഗംഭീരമായിട്ട് തങ്ങളുടെ ക്യാരക്ടറിനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗംഭീര എക്സ്പീരിയൻസ്. ഇതിലെ ആക്ഷൻ സീക്വൻസസ് ആയിക്കോട്ടെ, അദ്ദേഹം ഓൾറെഡി നല്ല ഗംഭീരമായിട്ട് പീരിയഡ് ഫിലിംസിനെ എടുത്തു വെക്കുന്ന, അതിലെ ബാറ്റിൽസ് എടുത്തു വെക്കുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് എന്താണ് വരുന്നതെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. സോ അത്യാവശ്യം വേണ്ട രീതിക്ക് എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ പാർട്ട് പോലെ ഓവറായിട്ട് പൊളിറ്റിക്സിൽ മാത്രം നോക്കാണ്ട് കൂടുതലും ബാറ്റിൽസിനും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സ്റ്റോറി ലൈൻ പറഞ്ഞു പോകുന്ന ഒരു രീതിക്കാണ് റിഡ്ലി സ്കോട്ട് ഈ ഒരു സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ലാഗ് അടിക്കുവാൻ ചാൻസ് ഇല്ല. പക്ഷേ നിങ്ങളൊരു ഫുൾ ഓൺ പൊളിറ്റിക്സ് മൂവിയാണ് പ്രതീക്ഷിച്ച് പോകുന്നതെന്നുണ്ടെങ്കിൽ, അതായത് കൂടുതലും പൊളിറ്റിക്സും റോമിൻ്റെ സ്ട്രക്ചറൊക്കെ കാണിച്ചുകൊണ്ട് ആദ്യ പാർട്ടിൻ്റെ എക്സ്റ്റൻഡഡ് കട്ട് പോലത്തെ ഒരു സിനിമയാണ് ഇവിടെ എടുത്ത് വെക്കാൻ പോകുന്നതെന്ന് കരുതിയെങ്കിൽ തെറ്റി. അങ്ങനല്ല ഈ ഒരു സിനിമ എടുത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് പോകരുത്. ഇനി ഇതിനൊരു എക്സ്റ്റൻഡഡ് കട്ട് ഉണ്ടെന്നോ അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റൻഡഡ് കട്ടിനകത്ത് കുറച്ചും കൂടെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റി ആ ഒരു ആദ്യ പാട്ട് പോലെ തന്നെ ഇവർ വെക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഈ ഒരു മൂവി മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് അത്യാവശ്യം ആക്ഷൻ സീക്വൻസസും വലിയൊരു ഗ്രാൻഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടാണ് സിനിമ പോകുന്നത്. നമുക്ക് അത്യാവശ്യം സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഒരുപാട് തലപുകഞ്ഞിരുന്ന് ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. റോമിന് അത്രമാത്രം കുഴപ്പിക്കുന്ന രീതിക്കുള്ളൊരു പൊളിറ്റിക്സും ഇല്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് 2 പേര് ഭരിക്കുന്നു, ഭയങ്കര മോശമായിട്ട് 2 ആൾക്കാർ ഭരിക്കുന്നു. ആ ഒരു സമയത്തേക്കാണ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ ചെല്ലുന്നത്. അതായത് നമ്മുടെ മാക്സിമസ് മരിച്ച് 16 വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു സ്റ്റോറിയാണ് ആക്ച്വലി ഈ ഒരു മൂവി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പം അത്രയും നാളുകൾക്ക് ശേഷം റോമിന് എന്ത് സംഭവിച്ചു, റോമിലെ ഭരണാധികാരികൾക്ക് എന്ത് സംഭവിച്ചു, അവിടെയുള്ള മൊത്തത്തിലുള്ള ആൾക്കാരൊക്കെ എങ്ങനെയായിട്ട് മാറി, അതിനിടയിലേക്ക് ഈ ക്യാരക്ടേഴ്സ് വരുന്നു, പിന്നെ നടക്കുന്ന കാര്യങ്ങൾ. 1-2 ക്യാരക്ടേഴ്സ്, അതായത് നമ്മൾ പ്രീവിയസ് മൂവീസിൽ കണ്ടിട്ടുള്ള 1-2 ക്യാരക്ടേഴ്സൊക്കെ വീണ്ടും ഇതിനകത്തോട്ട് വരുന്നു. പിന്നെ നടക്കുന്ന കാര്യങ്ങൾ വളരെ ഗംഭീരമായിട്ട് തന്നെ, വളരെ നൈസായിട്ട് തന്നെ, അതായത് ആ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യും. ഈവൻ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ട ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും ഈ ഒരു സെക്കൻഡ് പാർട്ടിനകത്ത് ഇല്ലെങ്കിൽ കൂടെ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി പക്കായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഇവർ ഒരു പടം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് റിഡ്ലി സ്കോട്ടിൻ്റെ പ്രീവിയസ് വർക്ക്സ്, അതായത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പീരിയഡ് മൂവീസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഗ്ലാഡിയേറ്റർ 2 വർക്കൗട്ട് ചെയ്യും. ആ ഒരു രീതിക്കാണ് അദ്ദേഹം ഈ ഒരു പടം എടുത്ത് വെച്ചിരിക്കുന്നത്. അദ്ദേഹം പീരിയഡ് മൂവീസ് എടുത്ത് വെക്കുന്ന കാര്യത്തിൽ എത്ര ഗംഭീരമായിട്ടുള്ള ഒരാളാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. സോ ഗ്ലാഡിയേറ്റർ ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ എന്തായാലും സെക്കൻഡ് പാർട്ടും ട്രൈ ചെയ്യുക. നിങ്ങളെ ഈ ഒരു പടം നിരാശരാക്കത്തില്ല. ഒരുപാട് ഗൂസ് ബംസ് വരുന്നത്, എസ്പെഷ്യലി മാക്സിമസിനെയൊക്കെ റിസംബിൾ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ റെഫറൻസസ് ഒക്കെ കാണിക്കുന്ന കുറച്ച് സീക്വൻസസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഗൂസ് ബംസ് ഫീലിങ്സ് എന്ന് പറയുന്നത് വളരെ ഗംഭീരമാണ്. അതിനൊക്കെ നല്ല രസത്തിന്, അതായത് നല്ല കിടുക്കനായിട്ട് റിഡ്ലി സ്കോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ആരെങ്കിലുമൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഗ്ലാഡിയേറ്റർ ഫസ്റ്റ് പാർട്ടിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സെക്കൻഡ് പാർട്ട് ട്രൈ ചെയ്യുക. സോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും.